ചില്ലിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ വലിയൊരു തിരുഹൃദയത്തിൻ്റെ രൂപരിക്കുണ്ടായി. ആ രൂപത്തിൻ്റെ അരികിൽ നിന്ന് ഒരു സിസ്റ്റർ ഇവരുടെ അരികിലേക്ക് വന്ന് എൻ്റെ രണ്ടാമത്തെ മോളോടും ഈ മോളോടും പേര് ചോദിച്ചതിന് ശേഷം ഈ മോളോട് ചോദിച്ചു, മോളെ നിൻ്റെ കാലുവേദന എങ്ങനെയാണ് കുറഞ്ഞോ എന്ന് ചോദിച്ചു. മോൾ പറഞ്ഞു, ഇല്ല സിസ്റ്റർ, എനിക്ക് അതിശക്തമായ വേദനയുണ്ട്, എനിക്ക് പറ്റണില്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. മോൻ ഉണ്ണീശോയോട് പ്രാർത്ഥിക്ക്, നിന്റെ വേദന മാറും, 9 ദിവസത്തിനുള്ളിൽ നിന്റെ വേദന മാറും പറഞ്ഞ സിസ്റ്റർ ചില്ല് തുറന്ന് അങ്ങോട്ട് കയറി. അതെന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇവരിന്ന് വീണ്ടും ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ആ സിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു, മോളെ മോളെ എന്ന് വിളിച്ചാണ് ഇവിടെ അടുത്തേക്ക് വന്നത്. വിളിച്ച് വന്ന് ഇവിടെ ശിരസിൽ കൈവച്ച് ആ കൈ എടുക്കാതെ തന്നെ നെറുകയിൽ കുരിശ് വരച്ചതിന് ശേഷം സിസ്റ്റർ പറഞ്ഞു, ഇന്നേക്ക് 9 ദിവസത്തിനുള്ളിൽ മോനെ നിന്റെ കാലുവേദന മാറിക്കഴിഞ്ഞാൽ നീ എന്നോട് പറയണം എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ ഫ്രണ്ടിലേക്ക് പോയി നോക്കി. ഫ്രണ്ടിലും ഒരു വലിയൊരു മാതാവിൻ്റെ രൂപമുണ്ട്. ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ 2 മക്കൾ ഓടി വന്ന് പറയുന്നത് ഈ സിസ്റ്റിനെ കുറിച്ചാണ്. അവർക്ക് സിസ്റ്റിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല അവർക്ക്. ഞാൻ പറഞ്ഞു, മോനെ അത് ഒരിക്കലും സിസ്റ്റ് അല്ല, അത് സഞ്ചാരി മാതാവ് തന്നെയാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കരങ്ങി പറഞ്ഞിരുന്നു എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട്. എനിക്ക് അമ്മയുടെ തൈലം ഈ മോളുടെ കാലിൽ പറ്റി പ്രാർത്ഥിക്കുവാനും ആ നിമിഷം എൻ്റെ മോളുടെ കാലുവേദന മാറി. ഇന്നേക്ക് 2 വർഷമായി, ഈ മാസത്തേക്ക് 2 വർഷമായി എൻ്റെ മോൾക്ക് പിന്നീട് ആ വേദന ഇതുവരെ വന്നിട്ടില്ല.